പടയപ്പ അറ്റാക്ക് നാലാം ഭാഗം. ഒറ്റക്കൊമ്പൻ കുട്ടിയോടൊപ്പം കയറി വന്ന വലിയ ഒറ്റക്കൊമ്പൻ അല്പം ഭയന്നാണെങ്കിലും അവിടെ തന്നെ നിലയുറപ്പിച്ചു. ഒറ്റക്കൊമ്പന്മാർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നത് പോലെ. ഞാൻ പറഞ്ഞില്ലേ പുള്ളിച്ചേട്ടനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെയാകും. പെട്ടെന്ന് പടയപ്പ അവരുടെ അടുത്തേക്ക് ഒരു വരവിങ്ങി വന്നു. ആ വരവ് കണ്ടതും ഒറ്റക്കൊമ്പൻ പതുക്കെ പതുക്കെ അവന്റെ കാലുകൾ പിന്നിലേക്ക് വെച്ച് തിരിഞ്ഞു നടക്കുന്നു. പടയപ്പ കുട്ടിക്കൊമ്പന്റെ അടുത്ത് വന്ന് നിന്ന് വാട പിടിച്ചു. ഇതൊന്നും മനസ്സിലാകാത്തവർ പറയും ആന സലാം വെക്കുന്നു എന്നൊക്കെ. എന്നാൽ അതങ്ങനെയല്ല കേട്ടോ. ആന മണം പിടിക്കുന്നതാണ്. ഒറ്റക്കൊമ്പൻ കുട്ടിയാന ഒന്നും അറിയാത്ത മട്ടിൽ പടയപ്പയുടെ അടുത്ത് തന്നെ അങ്ങനെ നിന്നു. ഒരുപക്ഷെ ഒറ്റക്കൊമ്പൻ ആനക്കുട്ടിയും നന്നായി ഭയന്നിട്ടുണ്ടാകും. പടയപ്പ തന്റെ വലതുകാൽ പൊക്കി എന്തോ പറയുന്നുണ്ട്. ഇനി അവനെ വിളിച്ചുകൊണ്ട് വന്നാൽ നിന്നെ ഞാൻ ചവിട്ടിക്കൂട്ടും എന്ന് വല്ലോമാണോ കുട്ടിക്കൊമ്പനോട് പറഞ്ഞത്? അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വന്നാൽ നിന്റെ അടിവയറിട്ട് ഞാനൊരു താങ്ങ് തരും എന്നാണോ ഇനി വലിയ ഒറ്റക്കൊമ്പനോട് പറഞ്ഞത് എന്നറിയില്ല. എന്തായാലും വലിയ ഒറ്റക്കൊമ്പൻ അവിടെ നിന്നും തിരിഞ്ഞൊരു വരവ് വന്നു. പക്ഷേ അതൊന്ന് കാണേണ്ട വരവ് തന്നെയായിരുന്നു. നമ്മുടെ സിനിമയിലൊക്കെ കാണുമ്പോൾ നായകൻ്റെയൊക്കെ ഒരു എൻട്രി ഉണ്ടല്ലോ, അതുപോലൊരു വരവായിരുന്നു.